അന്നൊക്കെ അവധി വന്നുള്ളൊരു ഓട്ടമാണ് അയൽപക്കത്തെ വീട്ടിലേക്ക്. അയൽപക്കം എന്ന് പറഞ്ഞാൽ തൊട്ടുപുറയിലെ വീടല്ല കേട്ടോ, ഏകദേശം 10-15 വീടുകളിലും കഴിയണം. ഓടുന്ന ഒറ്റയ്ക്കല്ല, കുറെ കൂട്ടുകാരും ഉണ്ടാവും. എന്തിനാണെന്നറിയാമോ? സിനിമ കാണാൻ. അന്ന് ആ ഒരു വീട്ടിൽ മാത്രമേ ടി വി ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ വേലിക്കെട്ടിന് പുറത്തെത്തുമ്പോൾ ടി വിയിലെ ശബ്ദം കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നേരെ ഓടി അവരുടെ നടുവത്തെ ഇരുട്ടുമുറിയിൽ പോയിരിക്കും, ചമ്പളപ്പടിയിട്ട്. ഭാഷ ഏതെന്ന് പോലും മനസ്സിലാക്കാത്ത നായകനും നായികയും മറ്റു കഥാപാത്രങ്ങളും ആരെന്നും അറിയാത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി. കുറെ നേരം കഴിയുമ്പോൾ കഥയൊക്കെ മനസ്സിലായി തുടങ്ങും. നായകന്റെ കണ്ണു നിറഞ്ഞാൽ ഞങ്ങളും കരയും, നായകൻ കൈചുരുട്ടിയാൽ ഞങ്ങളും കൈചുരുട്ടും. അങ്ങനെ സിനിമ അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ കുപ്പി ഗ്ലാസ് വെച്ച് ആ ചേച്ചി ഒരു കൈകൊണ്ട് സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്യും. പോയി കളിയുടെ പിള്ളേരെ, കുറെ നേരമായി കറണ്ട് കുറയാകും. അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സങ്കടം ചങ്ക് തകർന്നതുപോലെ. എന്നാലും അധികം ആലോചിക്കാതെ വീണ്ടും അടുത്ത അംഗത്തിന് പോകുമ്പോഴും ഞാൻ കുറെ സ്വപ്നങ്ങൾ കാണും. ഏറ്റവും വലിയ സ്വപ്നം എൻ്റെ വീട്ടിലെ ടി വിയാണ്, കളർ ടി വി. കുറെ ചാനലുകൾ ആർക്കും കൊടുക്കാതെ റിമോട്ട് എൻ്റെ കാൽക്കീഴിൽ ഒളിപ്പിച്ചു വെച്ച് ഒറ്റയ്ക്ക് കുറെ നേരം ഇഷ്ടമുള്ള സിനിമകൾ കാണുന്നത്. സ്വപ്നങ്ങൾ അതിവേഗം യാഥാർത്ഥ്യമായി. പക്ഷേ ചാനലുകൾ മാറ്റാനും റിമോട്ട് ഒളിപ്പിക്കാനും കൂട്ടുകാരോടൊത്ത് വട്ടം കൂടിയ സിനിമ കാണാനും ഒന്നും ഇപ്പോൾ ഒരു സുഖവുമില്ല, സമയവുമില്ല. ബാല്യം മധുരം, മനോഹരം.